അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഷാബാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. ഈ മാസം ഇതിൻ്റെ പകലുകളും രാവുകളും നമ്മൾ മാക്സിമം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ടതാണ്. കാരണം റമളാൻ എന്ന് പറയുന്നൊരു വസന്തങ്ങളുടെ പൂക്കാലം, പുണ്യങ്ങളുടെ പൂക്കാലം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കവാടമാണ് ഈ ഷാബാൻ മാസം. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ, നമുക്ക് റഹ്മത്തും ബറക്കത്തും ചൊരിയുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ഏതായാലും ദിവസവും വീഡിയോകളിൽ നൂറെ ഹബീബിനെ കുറിച്ചും സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വരാറുണ്ട്. ഇന്ന് നൂറെ ഹബീബിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നൂറെ ഹബീബ് മജ്ലിസ് കാരണം ധാരാളം ആളുകൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ, അവരുടെ മുറാദുകൾ ഹാസിലാവൽ, അവരുടെ രോഗം മാറൽ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല രൂപത്തിലുള്ള ഫലങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അഥവാ നൂറെ ഹബീബ് മജ്ലിസിലൂടെ നടത്തപ്പെടുന്ന സ്വലാത്തുൽ ഫാത്തിഹും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഫലമായിട്ടാണ് ഇതെല്ലാം കിട്ടുന്നത്. നാഥന് ഇനിയും അങ്ങനെ നൽകുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഒരു ആ ഉമ്മ തന്നെ അനുഭവം പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് അവസാനം ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക, അപ്പോഴേ അതെന്താ പറയുന്നത് എന്നുള്ളത് കാണാൻ കഴിയുള്ളൂ. എല്ലാവരും വിവാഹിതരായിട്ടുള്ള ഏതൊരു ഫാമിലിയുടെയും ഏതൊരു ഉമ്മയുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെയും ആഗ്രഹം ഉമ്മയാവുക അല്ലെങ്കിൽ ഉപ്പയാവുക, അഥവാ നമുക്കൊരു കുട്ടി വേണമെന്നുള്ള ചിന്തയായിരിക്കും മാക്സിമം ആളുകൾക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആറ്റുനോറ്റ് കാര്യങ്ങൾ കാത്തിരുന്ന അവസാനം ഒരു കുട്ടി അഥവാ പ്രഗ്നൻ്റായ സമയത്ത് ഡോക്ടർമാരെ കാണിക്കും. പണ്ടൊക്കെ എപ്പോഴേലും കാണിക്കാറുള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഓരോ ആഴ്ചയിലും ഓരോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഡോക്ടറെ കാണിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 3 മാസം ആയ സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഏറ്റവും നല്ലത് ഈ കുട്ടീനെ ഇപ്പം തന്നെ ഒഴിവാക്കുന്നതാണ്. ഇത് ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ധാരാളം വൈകല്യങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ അതിനെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് പല രൂപത്തിൽ ഡോക്ടർ ഇവരെ ഉപദേശിച്ചു, പല കാര്യങ്ങളായിട്ട് ഉപദേശിച്ചു. പക്ഷേ ആറ്റുനോറ്റുണ്ടായൊരു കുട്ടിയാണ്. ഏതൊരാൾക്കും അങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കഴിയൂല. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് ദുഃഖിച്ചിരിക്കുമ്പോഴാണ് നൂറെ ഹബീബ് എന്നൊരു മജ്ലിസും അതിന് നേതൃത്വം കൊടുക്കുന്ന തങ്ങളെക്കുറിച്ച് ഇവരറിയുന്നത്. അങ്ങനെ ഇവർ വരികയും കാണുകയും ചെയ്തപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, കുട്ടീനെ എടുത്തു കളയൊന്നും വേണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല, കുട്ടി ജനിക്കട്ടെ, ആൺകുട്ടി ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സമയങ്ങളും കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. കുട്ടിയെ ഒഴിവാക്കുകയൊന്നും ചെയ്യാതെ എന്തായി, അങ്ങനെ 9 മാസം കഴിഞ്ഞ് അവസാനം പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞ ആൺകുട്ടിയാണ്. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് പോകണം. അപ്പോൾ ആ ഒരു സന്തോഷം അറിയിക്കാൻ ആ കുട്ടിയുമായിട്ട് നേരിട്ട് വന്നിട്ടുള്ള ഒരു ഉമ്മാൻ്റെ കാര്യമാണ് ഇപ്പം ഞാനിതിൽ പറഞ്ഞത്. അഥവാ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടി ജനിച്ച് കുട്ടീനെ എടുത്തുകൊണ്ട് വന്ന് ആ ഉമ്മ സംസാരിക്കുന്ന കാര്യമാണ്. അഥവാ അത്രയും ക്ലിയറാണ്. സാധാരണ പലരും പല മജ്ലിസിൻ്റെയും സ്വലാത്തിൻ്റെയൊക്കെ മഹത്വങ്ങൾ പറയുമെങ്കിലും അതിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ കുറവായിരിക്കും. എല്ലാ മജ്ലിസുകളിലും ഫലങ്ങളും റിസൾട്ടുകളൊക്കെ വരുന്നുണ്ട് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട്. പക്ഷേ ആരും നമ്മൾ തള്ളി പറയുന്നില്ല. പക്ഷെ നോർമലി അത് ഒരാൾ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുന്നത് കൂടുതൽ നൂറെ ഹബീബിലാണ് കാണുന്നത്. അതേതായാലും അവരുടെ ഇഷ്ടം. ഏതായാലും കുട്ടി ജനിച്ചു, ഒരു കുഴപ്പമില്ല. ഡോക്ടർമാരൊക്കെ വിധി എഴുതിയ കുട്ടി, ഒരു പ്രശ്നമില്ലാതെ ജനിച്ച ആ കുട്ടിയുമായിട്ട് വന്നൊരു ഉമ്മാൻ്റെ കാര്യമാണ്. അപ്പോൾ അത് പറയുന്നതുണ്ട്. തങ്ങളെടുത്ത് വന്നു, തങ്ങൾ പറഞ്ഞു ആൺകുട്ടിക്കാരം ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞതിന് ശേഷം അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. അഥവാ ആ നൂറെ ഹബീബ് മജ്ലിസിൻ്റെ ഫലം കൊണ്ട് ഒരു കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വങ്ങൾ കൊണ്ട് കുട്ടികൾക്കൊന്നും സംഭവിച്ചില്ല എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ സ്വലാത്തുൽ ഫാത്തിഹ് ഞാൻ നേരത്തുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ കൂടുതൽ ചൊല്ലുക, അള്ളാഹുവിലേക്ക് അടുക്കുക.
പല ഫലങ്ങളും അത്ഭുത കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിലൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ ഉമ്മ പറയുന്ന കാര്യം. ഏതായാലും ആ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ കാണാം. കുറച്ച് ചെറിയ ഭാഗം. ഇൻഷാ അല്ലാഹ് നാഥൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറ ബീവിന്റെ അടുത്ത് വന്നതല്ലേ? നൂറ ബീവിന്റെ അടുത്ത് നിങ്ങൾ പതില് പറയാൻ വന്നത് എന്താണെന്ന് പതില് പറഞ്ഞു. 3 മാസമായിരുന്നു ഞങ്ങൾ ഗർഭിണിയായ സമയത്ത് വന്നത്. അപ്പോൾ കുട്ടിക്ക് മൂക്കില്ല, തൊണ്ടക്ക് വീക്കം കൂടുതൽ, 3-4 പറഞ്ഞു. അപ്പോൾ അത് ഇട്ട് ഒഴിവാക്കണം തന്നെ പറഞ്ഞു. ഞങ്ങളുടെ ഇട്ട് വന്നപ്പോൾ തന്നെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, കുട്ടി ആൺകുട്ടിയാണ്, എന്താണ് കുട്ടീനെ എടുത്ത് ഒഴിവാക്കും വേണ്ട, നോക്കാൻ കഴിയില്ല, ഞാൻ നോക്കിയിട്ട് കുട്ടി ആൺകുട്ടിയാണെന്നും പറഞ്ഞു. അല്ലെങ്കിൽ പ്രസവമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതൊക്കെ പറഞ്ഞു. ഞങ്ങൾ പാപ്പാൻ്റെ ആ വാക്ക് എല്ലാത്തൊരു അത്ഭുതമുള്ളൊരു വാക്കാണ്. കുട്ടി ആൺകുട്ടിയാന്ന് പറഞ്ഞു. അതും നമുക്ക് ഉണ്ടായി. പിന്നെ അള്ളാൻ്റെ തോഫീക്കോട് കൂടി ഇതാ. കുട്ടിക്ക് എത്ര വയസ്സായി? 2 വയസ്സാണ്. 2 വയസ്സായല്ലോ, മാഷാ അല്ലാഹ്.